വീണ്ടും കുതിച്ചുയർന്ന സ്വർണ്ണവില. ഒരു പവന്റെ വില 90,320 രൂപയായി. ഒരു ഗ്രാമിന് 105 രൂപ കൂടി വർദ്ധിച്ചു. ബീന റാണി വിവരങ്ങളുമായി നൽകും. ബീന, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുകയാണല്ലോ. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണ്? ഗൗതം, ഇനിയൊന്നും നോക്കാനില്ല എന്നൊരവസ്ഥയിലേക്കാണ് സ്വർണ്ണവില ഉയരുന്നത്. അതായത് 1 ലക്ഷം ഒരു പവന് എന്ന ഒരു പ്രവചനം നേരത്തെ ഉണ്ടായിരുന്നു. ഏതാണ്ട് അതിലോട്ട് അടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പ്രതിദിനം എന്നോണം സ്വർണ്ണവിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ഈ മാസം മാത്രം 3,320 രൂപയുടെ, ഇന്ന് 8-ാം തീയതി ആയുള്ളൂ, ഇതുവരെ 3,320 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് 15,000-നടുത്ത് സ്വർണ്ണവിലയിൽ വർധനവ് കാണാം. ഇന്ന് ഗ്രാമിന് 105 രൂപയും പവന് 840 രൂപയുമാണ് കൂടിയത്. ഒരു ഗ്രാമിന് 11,290 രൂപയിലാണ് വിപണിയിൽ വ്യാപാരം നടക്കുന്നത്. ഒപ്പം തന്നെ ഒരു പവന് 90,320 രൂപയിലും എത്തി. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യം ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളുള്ള ഒരു സ്ഥലമാണ്. ടൺ കണക്കിന് സ്വർണ്ണമാണ് രാജ്യം ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യാന്തര വിപണിയിൽ എന്ത് സംഭവിക്കുന്നു അതിൻ്റെ എല്ലാ പ്രതിഫലനം ആഭ്യന്തര വിപണിയിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. പ്രധാനമായും യു എസിൽ ഇപ്പോൾ നിലവിലുള്ള ഷട്ട് ഡൗൺ, അതുപോലെ തന്നെ ഫെഡറൽ റിസർവ് നിരക്കിൽ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഒപ്പം തന്നെ രൂപയുടെയും ഡോളറിൻ്റെയും വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ, ഇതൊക്കെ രാജ്യത്ത് സ്വർണ്ണവില കൂടുന്നതിൻ്റെ കാരണങ്ങളായി കണക്കാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വില കുറഞ്ഞാൽ പോലും രാജ്യത്ത് വില കുറയാതിരിക്കാനുമുള്ള സാധ്യതയുണ്ട്. എന്തായാലും സ്വർണ്ണ വിപണിയിൽ ഉപഭോക്താക്കളുടെ എണ്ണം കാര്യമായി കുറയുന്നില്ല. ആവശ്യക്കാർ സ്വർണം വാങ്ങുന്നുണ്ട്. എന്നാൽ സ്വർണം വിൽക്കാനോ തന്നെ റോക്കറ്റ് കുതിക്കുന്നത് പോലെ കുതിക്കുകയാണ് ഓരോ ദിവസവും. പക്ഷേ വിപണിയിലെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല. ആവശ്യക്കാർ ഇപ്പോഴും ഉണ്ട് എന്നാണ് ബീന റാണി കൊച്ചിയിൽ നിന്നും അപ്ഡേറ്റ്സ് ചെയ്യുന്നത്.